ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ തന്റെ വണ്ടിയുമായി കടന്നു കളഞ്ഞ ആ അപരിചിതനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് വഴിയാത്രക്കാരൻ ആ പോലീസ് ജീപ്പിൽ അയാളെ പിന്തുടർന്ന് തന്റെ വാഹനം കണ്ടെത്തി തരുമോ എന്ന് ചോദിച്ചു. നമുക്ക് ഉടനെ തന്നെ കണ്ടെത്താമെന്ന് CSR പറഞ്ഞുകൊണ്ട് ജീപ്പ് വേഗം ഓടിക്കാനായി ഡ്രൈവർ അറിയിച്ചു. അപ്പോഴാണ് അതിലെ അയാളുടെ സ്കൂട്ടിയുമായി പോകുന്ന നകുലിനെ ആ വഴിയാത്രക്കാരൻ കണ്ടത്. ഉടനെ തന്നെ അയാൾ പറഞ്ഞു, സർ, അതാണ് എന്റെ വണ്ടി, അവൻ തന്നെയാണ് കൊണ്ടുപോയത് എന്ന് പറഞ്ഞു. എന്നാ വേഗം വിട്, അയാളെ തന്നെ പിടികൊള്ളും, വേഗം വേഗം എന്ന് പറഞ്ഞ് വണ്ടിയുടെ പിന്നാലെ പോലീസ് ജീപ്പ് പാഞ്ഞു വരുന്നു. ഈ സമയത്ത് നകുൽ തന്റെ പിന്നാലെ ഒരു പോലീസ് ജീപ്പ് വരുന്നത് കാണാനിടയായി. കൃത്യമായി താൻ പിടികൂടപ്പെടുമെന്ന് അറിഞ്ഞ നകുൽ വേഗം തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നു. അങ്ങനെ വണ്ടിയുടെ വേഗത കൂട്ടി നകുൽ വേഗം പാഞ്ഞു പോകാനുള്ള ശ്രമം നടത്തുമ്പോൾ അവിടെ ആ കിണറ്റിൽ അകപ്പെട്ടു പോയ മാളൂട്ടി വീണ്ടും മഹിയെയും ഗംഗയെയും വിളിച്ച് കരഞ്ഞുകൊണ്ടേയിരുന്നു. അച്ഛാ, ഗംഗയെ, എനിക്ക് പേടിയാവുന്നു, താഴെ ഒരു പാമ്പ്, എനിക്ക് പേടിയാവുന്നു, എന്നെ രക്ഷിക്കച്ചാ എന്നെല്ലാം വിളിച്ച് ഗംഗയെയും മഹിയെയും വിളിച്ച് കേണപേക്ഷിച്ചുകൊണ്ട് മാളൂട്ടി സങ്കടത്തോടെ കരയുന്നു. ഈ സമയത്ത് മഹിയും ഗംഗയും മാളൂട്ടിയെ കണ്ടെത്താനുള്ള ശ്രമത്തിൽ ആ കാട്ടിലൂടെ പല വഴിയിലായി അവർ അലഞ്ഞു നടന്നുകൊണ്ട് മാളൂട്ടി മാളൂട്ടി എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ടേയിരുന്നു. ഈ സമയത്ത് നകുല പോലീസ് ജീപ്പ് തന്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ഒരു ഇടവഴിയിലേക്ക് ആ വണ്ടി ആ ഇടവഴിക്കകത്തേക്ക് കയറ്റി ആ കാടിനുള്ളിലേക്ക് കയറ്റി വെച്ച് വേഗം തന്നെ അവിടെ നിന്ന് കീയും എടുത്ത് അയാൾ ഉടനെ ഒരു മരത്തിന് പിന്നിലായി ഒളിച്ചിരുന്നു. ഈ സമയത്ത് പോലീസ് ജീപ്പ് അതിലെ പാഞ്ഞു പോകുന്നത് നകുൽ നോക്കിക്കാണുന്നു. ഈ സമയം പോലീസ് ജീപ്പ് അതുവഴി പോയതും നകുൽ മരത്തിന് പിന്നിൽ ഒളിച്ച് തൽക്കാലം പോലീസിന്റെ പിടിയിൽ നിന്ന് വീണ്ടും രക്ഷപ്പെടുന്നു. അങ്ങനെ സമാധാനത്തോടെ നകുൽ അങ്ങനെ നിൽക്കുമ്പോൾ എന്തായാലും ഇത്തവണ പോലീസിനെ കബളിപ്പിക്കാൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിൽ നകുൽ അങ്ങനെ നോക്കി നിന്നു. അപ്പോഴേക്കും പോലീസ് ജീപ്പ് പോയതിനു ശേഷം തന്റെ വണ്ടി, തനിക്ക് കിട്ടിയ വണ്ടിയുമായി അവിടെ നിന്ന് കടന്നു കളയാൻ നകുൽ വീണ്ടും ആലോചിച്ചു. അപ്പോഴാണ് ഗംഗയും മഹിയും മാളൂട്ടിയെ അന്വേഷിച്ച് കാട്ടിലൂടെ വീണ്ടും നടന്നു നീങ്ങിയത്. മാളൂട്ടി എന്ന് വിളിച്ചുകൊണ്ട് മഹിയും ഗംഗയും ഓരോ വഴിയിലായി മാളൂട്ടിയെ കണ്ടെത്താനുള്ള ശ്രമം നടത്തുമ്പോൾ ഗംഗ മനസ്സിൽ ആലോചിച്ചു, എന്തായിരിക്കാം ഇത്രയും നേരമായിട്ടും ഗൗരിയേച്ചി വരാതിരിക്കുന്നത്? മാളുവിന് ഇങ്ങനെ ഒരു ആപത്തുണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് ഗൗരിയേച്ചി വരാത്തത്? ഞാൻ എത്ര തവണ ഗൗരിയേച്ചിയെ വിളിച്ചു. ഗൗരിയേച്ചി ഒരിക്കൽ കൂടി വിളിച്ചു നോക്കാം. ഗൗരിയേച്ചി, നമ്മുടെ മാളൂട്ടി ആപത്തിലാണ്, ഗൗരിയേച്ചി എങ്ങനെയെങ്കിലും സഹായിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗംഗ അങ്ങനെ നടക്കുമ്പോൾ മഹി വേഗം ഗംഗയോട് ചോദിച്ചു, എന്ത് പറ്റി ഗംഗ? ഗംഗ എന്താ മടുത്തു പോയോ എന്ന് ചോദിച്ചതും, അല്ല മഹിയേട്ടാ, ഞാൻ മാളൂട്ടിയെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു എന്ന് പറഞ്ഞതും, വാ നമുക്ക് അങ്ങോട്ട് നോക്കാം എന്ന് പറഞ്ഞ് മഹി വീണ്ടും ഗംഗയും വിളിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്നു. നേരം വെളുത്തു തുടങ്ങുകയാണെന്ന് തോന്നുന്നു. അല്പം കൂടി സമയം കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് എവിടെയെങ്കിലും അന്വേഷിക്കാമായിരുന്നു, മോളെ കണ്ടെത്താൻ ശ്രമിക്കാമായിരുന്നു. നേരം ഉടനെ തന്നെ വിളിക്കുമെന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞതും മാളൂട്ടി ആകെ വിഷമത്തോടെ ആ കിണറ്റിൽ കിടന്ന് വീണ്ടും മഹിയെയും ഗംഗയെയും വിളിച്ച് കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ സമയം രാത്രി നന്നായി ഇരുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ മോൾ എവിടെയായിരിക്കാം, ഇവിടെ എവിടെയെങ്കിലും മോൾ ഉണ്ടാകുമോ എന്ന പ്രതീക്ഷയായിരുന്നു മഹിയെയും ഗംഗയെയും മുന്നിലേക്ക് നയിക്കാനായി, നടന്നു നീങ്ങാനായി ആ ഒരു പ്രതീക്ഷ അവരെ നയിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ മഹി ഗംഗയുടെ ഒപ്പം മാളുവിനെ കണ്ടെത്താമെന്നുള്ള പ്രതീക്ഷയോടെ മൊബൈലിലെ ടോർച്ച് ഓൺ ചെയ്ത് ആ വെട്ടത്തിൽ അവർ വീണ്ടും വീണ്ടും ആ വലിയ കാട്ടിലൂടെ അങ്ങനെ മുന്നോട്ട് നടന്ന് പോയിക്കൊണ്ടേയിരുന്നു. മാളൂട്ടി മാളൂട്ടി, മോളെ നീ എവിടെയാ എന്ന് അവർ ഇരുവരും മാറി മാറി വിളിച്ച് ചോദിച്ചു കൊണ്ടിരുന്നു. അവസാനം മഹിയും ഗംഗയും അന്വേഷിച്ച് തളർന്ന അവശരായി അവിടെ കണ്ട ഒരു മരക്കുറ്റിയിൽ മഹി അവിടെ പതുക്കെയിരിക്കുന്നു. അപ്പോഴേക്കും ഗംഗയും ആകെ തളർന്ന അവശയായി അവിടെ കണ്ട ആ മരത്തിലേക്ക് തല ചേർത്ത് ചാരി വെച്ച് ഗംഗയും അവിടെ ഇരുന്നു. ആ സമയം ഗംഗ മഹിയും ആകെ തളർന്ന അവശരായി രാത്രി മുഴുവനും മോളെ അന്വേഷിച്ച് നടന്നതിന്റെ ആലസ്യത്തിൽ അവർ പതുക്കെ ആ മരത്തിന്റെ ചുവട്ടിലിരുന്ന് ഒന്ന് മയങ്ങുന്നു. അപ്പോഴേക്കും മാളൂട്ടി നേരം പുലർന്നു വന്നതിന്റെ ആ വെട്ടത്തിൽ മാളൂട്ടി താൻ ആ കിണറ്റിൽ വന്ന് വീണതിന്റെ വിഷമത്തിൽ ആ മരച്ചില്ലയിൽ പിടിച്ചുകൊണ്ട്, ആ വള്ളിപ്പടർപ്പിൽ പിടിച്ചുകൊണ്ട് ആകെ ഭയത്തോടെ താഴെ ഇരിക്കുന്ന ആ പാമ്പ് തന്റെ അരികിലേക്ക് വരുമോ എന്ന ഭയത്തിൽ മാളൂട്ടി ആ പാമ്പിനെയും നോക്കി ആ വെള്ളത്തിലേക്ക് വീഴാതെ ആ വള്ളിപ്പടർപ്പിൽ അങ്ങനെ പിടിച്ചങ്ങനെ ഇരുന്നു. നേരം പുലർന്ന് പെട്ടെന്ന് കാട്ടിലേക്ക് വീണ് കഴിഞ്ഞത് മഹി പെട്ടെന്ന് ആ മയക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. ഗംഗ ഉറക്കത്തിലാണെന്ന് മനസ്സിലായതോടെ മഹി വേഗം മാളു മാളു എന്ന് വിളിച്ചു. മാളു എന്നുള്ള മഹിയുടെ വിളിയേറ്റ് ഗംഗയും പെട്ടെന്ന് മയക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. ഇരുവര് മാളു മാളു എന്ന് വിളിച്ച് വീണ്ടും അവിടുന്ന് നടന്നു തുടങ്ങുന്നു.
മഹിയും ഗംഗയും മുന്നോട്ട് വീണ്ടും നടക്കുമ്പോൾ അവിടെ ഗോകുൽ ഇത്രയും നേരമായിട്ട് മാളുവിനെ കുറിച്ച് ഒരു വിവരവും കിട്ടാത്തതിന്റെ നിരാശയിലായിരുന്നു. വേഗം തന്നെ ഗോകുൽ തനിക്കറിയാവുന്ന തന്റെ പരിചയക്കാരെയും മറ്റും തനിക്കറിയാവുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ളവരെയും ഒക്കെ അന്വേഷിച്ച് വിവരം ചോദിക്കുന്നു. ഉടനെ തന്നെ അരികിലേക്ക് എത്തിയ ഗൗരിയുടെ അമ്മ വളരെ പ്രതീക്ഷയോടെ ചോദിച്ചു, മോളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ലമ്മേ, ഒന്നും കിട്ടിയില്ല, ഇപ്പോഴും പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞതും ഗൗരിയുടെ അമ്മയ്ക്ക് ആകെ നിരാശയായി. യേശോ, വേണ്ടായിരുന്നു, നമ്മൾ നല്ലൊരു കാര്യത്തിനായി ചെയ്തത്, ഇത് ഇത്രയും വലിയ ആപത്താകുമെന്ന് കരുതിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഗൂഗിള് പറഞ്ഞു, അമ്മയുടെ ഒരു നോട്ടപ്പിശകാണ്, അമ്മയ്ക്ക് പറ്റിയ ഒരു അബദ്ധമാണ്, അമ്മയുടെ കൈപ്പിഴയാണ് ഇതിനെല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞപ്പോ, എടാ മോനെ, ഞാൻ എന്ത് ചെയ്യാനാ, അപ്പോഴത്തെ സാഹചര്യത്തിൽ അതല്ലാതെ എന്ത് ചെയ്യുമായിരുന്നു എന്നെല്ലാം ഗൂഗിളിനോട് ഗൗരിയുടെ അമ്മ ചോദിച്ചു. അതെല്ലാം കേട്ട ഉടനെ ഗൂഗിള് പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ, ഈ സമയത്ത് എവിടെ പോയി കാണും മാളു, എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ലാത്തത് എന്ന് പറഞ്ഞു ആകെ ടെൻഷനോടെ മാളുവിനെ കുറിച്ച് അറിയാത്തിന്റെ നിരാശയില്ല അവർ പ്രാർത്ഥനയോടെ വേഗം ഗൗരിയുടെ അമ്മ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്റെ പൊന്നുമോൾക്കൊന്നും അബദ്ധം സംഭവിക്കരുതേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ മഹിയും ഗംഗയും മുന്നോട്ട് നടന്നു പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഗംഗ മാളൂട്ടി എന്ന് വിളിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ വഴിയിൽ മാളുവിന്റെ കഴുത്തിലുണ്ടായിരുന്ന മാലയുടെ മുത്തുകൾ നിലത്ത് കിടക്കുന്നത് കണ്ടു. മാളൂട്ടിയുടെ മാല പൊട്ടിയടർന്ന് വീണതാണതെന്ന് അപ്പോഴേക്കും ഗംഗയ്ക്ക് മനസ്സിലായി. ഗംഗ വേഗം ആ മാല കയ്യിലെടുത്തു നോക്കി. അത് നകുൽ മാളൂട്ടിയെ പിടിച്ചെടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് മാളൂട്ടിയുടെ കഴുത്തിൽ നിന്ന് ആ മാല പൊട്ടിയടർന്ന് വീണതാണെന്ന് ഗംഗയ്ക്ക് മനസ്സിലാവുന്നു. ഗംഗ മാളൂട്ടിയെ അതുവഴി പോയ സമയത്ത് അങ്ങനെ മാല വീണെന്ന് ഗംഗ തിരിച്ചറിഞ്ഞത്. ആ മുത്തൊക്കെ കയ്യിൽ പെറുക്കിയെടുത്ത് നോക്കിയിട്ട് ഗംഗ പറഞ്ഞു, മഹിയേട്ട ഇത് കണ്ടോ, മാളൂട്ടിയുടെ മാലയായത്, മാളുവിന്റെ മാല എന്ന് പറഞ്ഞതും മഹി വേഗം അരികിലേക്ക് വന്നു. അന്ന് ആ മാല നോക്കി മോളുടെ കഴുത്തിലുണ്ടായിരുന്ന മാലയുടെ മുത്തുകളായതെന്ന് ഗംഗ അറിയിച്ചു. മോൾ ഇവിടെ തന്നെയുണ്ട് മഹിയേട്ട എന്ന് മഹിയോട് ഗംഗ പറയുന്നു. അത് കേട്ടതും എന്റെ മോള് എന്ന് പറഞ്ഞുകൊണ്ട് മഹി ആ മുത്തും കയ്യിലെടുത്ത് അവിടുന്ന് മോളെ അന്വേഷിച്ച് അവർ മുന്നോട്ട് നടന്നു നീങ്ങി. ഈ സമയത്ത് ഗംഗ ആ മാളൂട്ടിയെ അന്വേഷിച്ച് അവർ രണ്ടുപേരും കൂടി ആ വഴിയിലൂടെ അങ്ങനെ മുന്നോട്ട് നടന്നു പോകുമ്പോ പെട്ടെന്ന് മാളൂട്ടി ആ കുഴിയിൽ കിടന്ന് ആ കിണറ്റിൽ കിടന്ന് വീണ്ടും വിളിച്ചുകൊണ്ടേയിരുന്നു. ഈ സമയത്ത് ഗംഗയും മഹിയും അവിടെ എല്ലായിടത്തുമായി ഇങ്ങനെ പരതി നോക്കി നടക്കുന്ന നേരത്ത് അപ്രതീക്ഷിതമായി ഗംഗ മാളു മാളു എന്ന് വിളിച്ച് ഇങ്ങനെ ആശങ്കയോടെ നോക്കുമ്പോ അവിടെ ആ കുഴിയുടെ സൈഡിലായിട്ട് ആ ചെരുപ്പ് കിടക്കുന്നത്, ആ മോളുടെ കാലിലുണ്ടായിരുന്ന ഷൂ കിടക്കുന്നത് ഗംഗ കാണാനിടയായി. മാളുവിന്റെ ഷൂ എന്ന് പറഞ്ഞ് വേഗം ഗംഗ ആ ഷൂവിനരികിലേക്ക് ഓടിയെത്തി. ആ ഷൂ കണ്ടതും വേഗം ഗംഗ ആ ഷൂ കയ്യിലെടുത്തു. ഷൂവിൽ നോക്കി, അയ്യോ മാളുവിന്റെ ഷൂ എന്ന് പറഞ്ഞ് ഗംഗ ആ ഷൂവിലേക്ക് തന്നെ നോക്കുന്നു. ഉടനെ മഹി മുന്നോട്ട് മാളു എന്ന് വിളിച്ചു പോകുന്നത് കണ്ട് ഗംഗ വിളിച്ചു പറഞ്ഞു, മഹിയേട്ടാ മോളുടെ ഷൂ എന്ന് പറഞ്ഞ് ആ കുഴിയിലേക്ക് ഗംഗ വിളിക്കുന്നു. കുഴിയിലേക്ക് ഒന്ന് നോക്കിയതിനു ശേഷം ദേ മാളൂട്ടിയുടെ ഷൂ എന്ന് മഹിയെ വീണ്ടും തന്റെ കയ്യിലിരുന്ന ഷൂ എടുത്ത് കാണിച്ച് ഗംഗ ആ കുഴി കാണിച്ചു കൊടുക്കുന്നു. ഉടനെ തന്നെ മഹി അവിടേക്ക് ഓടിയെത്തി. അരികിലേക്ക് വന്നതും ആ കുഴിയിലേക്ക് മഹി വേഗം നോക്കി. മോളെ മാളു എന്ന് മഹിയും ഗംഗയും കൂടി ആ കുഴിയിലേക്ക് നോക്കി വിളിക്കുന്നു. ഈ സമയത്ത് മാളൂട്ടി ആ വള്ളിപ്പടർപ്പിൽ കിടക്കുന്നത് കണ്ട് വീണ്ടും ഗംഗ വിളിച്ചു, മാളു. അപ്പോഴേക്കും മഹിയും വിളിക്കുന്നത് മാളു കേൾക്കാനിടയെ. അച്ഛാ, ഗംഗേ എന്ന് അകത്തു നിന്ന് മാളൂട്ടി വിളിക്കുന്നു. ഉടനെ തന്നെ അച്ഛന്റെയും ഗംഗയുടെയും വിളി കേട്ടതോടെ മാളൂട്ടി വിളിച്ചു പറഞ്ഞു, അച്ഛാ, ഗംഗേ എന്ന് അവിടെ നിന്ന് മാളൂട്ടി വിളിക്കുന്നത് മഹി കേൾക്കാനിടയായി. അച്ഛാ, ഗംഗേ, എനിക്ക് പേടിയാകുന്നു എന്ന് പറഞ്ഞതും മഹി ഗംഗയെയും നോക്കിയിട്ട് മോള് താഴെയുണ്ടല്ലോ എന്നുള്ള സമാധാനത്തിൽ അവർ രണ്ടുപേരും മോളെ കണ്ടെത്തിയതിന്റെ ആശ്വാസത്തിൽ രണ്ടുപേരും എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പരസ്പരം നോക്കി. മോള് പേടിക്കണ്ട കേട്ടോ, ഞങ്ങൾ ഇവിടെയുണ്ട്, അച്ഛൻ ഇവിടെ എന്ന് പറഞ്ഞ് മഹി മോളെ സമാധാനിപ്പിച്ചു. ഉടനെ ഗംഗ ആ കുഴിയിലേക്ക് ചാടാനായി തയ്യാറാകുന്നു. മഹിയേട്ടാ, ഞാൻ ചാടാൻ പോവാ എന്ന് പറഞ്ഞ് മഹിയെ മാളൂട്ടി അവിടെ കിടന്ന് പേടിയാണെന്ന് വിളിച്ചു പറയുന്നത് കേട്ട് ഗംഗ അതിലേക്ക് വീഴാൻ തുടങ്ങിയത് മഹി പറഞ്ഞു, ഗംഗെ, നീ സമാധാനത്തോടെ ഇരിക്കെ, ഇപ്പോ നീ അവിടേക്ക് ചാടിയാൽ അത് കൂടുതൽ അപകടകരമാകും. അത് മാത്രമല്ല,
നീ താഴേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിന്നെ രക്ഷിക്കാനും മോളെ രക്ഷിക്കാനും കഴിയാതാകും. നിങ്ങൾ രണ്ടുപേരും അപകടത്തിലാവും. അതുകൊണ്ട് നീ സമാധാനത്തോടെ ഇരിക്കെ. ഞാൻ വേഗം പോലീസിനെ വിളിച്ച് പറയാം, വിവരം അറിയിക്കാം. ഫയർഫോഴ്സ് വന്നാലേ എന്തെങ്കിലും ചെയ്യാനാകൂ എന്ന് പറഞ്ഞ് മഹി വേഗം തന്റെ ഫോണും എടുത്തുകൊണ്ട് അവിടുന്ന് മാറുന്നു. ഗംഗ അപ്പോഴേക്കും മോളോട് പറഞ്ഞു, മോളെ മാളു പേടിക്കണ്ടാട്ടോ, ഇവിടെ അച്ഛനും ഗംഗയും ഉണ്ട് എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് അവരങ്ങനെ ഇരിക്കുമ്പോൾ മഹി വേഗം ഫോണുമായിട്ട് അപ്പുറത്തേക്ക് മാറി വേഗം പോലീസിൽ വിവരം അറിയിക്കണം. ഉടനെ തന്നെ അവരവിടേക്ക് എത്താമെന്ന് പോലീസ് വാക്ക് നൽകി. ഈ സമയത്ത് മഹി ഉടനെ തന്നെ ദേവയാനിയുടെ ഫോണിലേക്കും വിളിച്ചു. ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് രാഹുൽ ദേവയാനിയോട് പറഞ്ഞു, അമ്മ ആരോ വിളിക്കുന്നു. കോൾ എടുത്ത ഉടനെ എന്താ മഹി, എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിച്ചത്, അമ്മേ മോള് ഈ കാട്ടിനുള്ളില് ഒരു കിണറ്റിലാണ് മോളിപ്പോ എന്നറിയിച്ചു. അത് കേട്ടതും കിണറ്റിലോ, വല്ല പൊട്ടക്കിണറ്റോ മറ്റോ ആണോ, അറിയില്ലമ്മേ. ഉടനെ ഫയർഫോഴ്സ് എത്താതെ മോളെ രക്ഷിക്കാനാകില്ല. വളരെ ആഴമുള്ള കിണറാണെന്നാ തോന്നുന്നത് എന്ന് മഹി അറിയിച്ചു. ശരി, ഞങ്ങൾ ഉടനെ തന്നെ അവിടേക്ക് എത്താം എന്ന് ദേവയാനി മറുപടി നൽകി. മഹി ഫോൺ വെച്ച് ഗംഗയ്ക്കരികിലേക്ക് പോകുമ്പോ ദേവയാനിയോട് രാഹുൽ ചോദിച്ചു, എന്താമേ, എന്താ പറ്റിയത്? അതെ, മാളുവിനെ കണ്ടുവെന്ന്. മാളു കാട്ടിനുള്ളിലെ ഒരു പൊട്ടക്കിണറ്റിലാണെന്ന്, അവിടെ കിടക്കുകയാണ്. അവിടുന്ന് രക്ഷിക്കണമെങ്കിൽ ഫയർഫോഴ്സോ മറ്റോ സഹായമില്ലാതെ അതൊരിക്കലും നടക്കുകയുമില്ല എന്ന് അറിയിച്ചു. അത് കേട്ടതോടെ ആശങ്കയോടെ രാഹുലും ദേവയാനിയും പരസ്പരം നോക്കുന്നു.